ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫാൽക്കൺ PSC അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മൾ ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകളുടെ സിലബസിൽ വിവിധ ടോപ്പിക്കുകളായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടന്റ് ആക്ട്സ്. 10th ലെവൽ മുതൽ +2 ലെവൽ വരെ ഇമ്പോർട്ടന്റ് ആക്ട്സ്, സുപ്രധാന നിയമങ്ങൾ എന്ന പേരിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിരവധി ടോപ്പിക്കുകളാണ് ഉള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അല്ലേ? IT ആക്ട് 2000, വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, പോക്സോ നിയമം 2012 അടക്കമുള്ള നിരവധി നിയമങ്ങൾ. ഈ നിയമങ്ങൾ പഠിച്ചാൽ ഒരു മാർക്ക് ഉറപ്പാണ്. വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ 10th ലെവൽ മുതൽ തന്നെ ചോദിക്കാറും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ച കുറേയേറെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ലാസ് കൃത്യമായി കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒപ്പം ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. നോക്കുക, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ ആദ്യ ചോദ്യം: ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് കുറ്റത്തിന് പോക്സോ നിയമം 2012 20 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും ശിക്ഷയും പിഴയും നൽകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് മിനിമം ശിക്ഷ 20 വർഷമാണ് എന്ന് പറയുന്ന കുറ്റകൃത്യം ഏത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയോട് ചെയ്യുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണെന്നാണ് ചോദ്യം അല്ലേ? ഓപ്ഷൻ എ 12 വയസ്സ്, ഓപ്ഷൻ ബി 14 വയസ്സ്, ഓപ്ഷൻ സി 16 വയസ്സ്, ഓപ്ഷൻ ഡി 18 വയസ്സ്. ശരി ഉത്തരം ഏതാണ്? അത് 16 വയസ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 16 വയസ്സിന് താഴെ അല്ലേ? അപ്പൊ നമുക്കറിയാം പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന കുറ്റകൃത്യം, ആ കുറ്റകൃത്യം പോക്സോ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്. പോക്സോ നിയമം 2012 പ്രകാരമുള്ള 7 തരം കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമായ ഒന്നാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അതിനുള്ള ശിക്ഷ, മിനിമം ശിക്ഷ 10 വർഷം തടവും പിഴയും എന്നാണ് പറയുക. 10 വർഷം തടവും പിഴയും, പരമാവധി ജീവപര്യന്തം വരെയാണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനുള്ള മിനിമം ശിക്ഷ 7 വർഷം ആയിരുന്നു. അത് 10 വർഷമാക്കി ഉയർത്തിയ ഭേദഗതി ഏതാണ്? പറയാമോ? ഏതായിരിക്കും? 2019 പോക്സോ ഭേദഗതി പ്രകാരമാണ് മിനിമം ശിക്ഷ എത്രയായി ഉയർത്തിയത്? അത് ഓർത്തിരിക്കണം, 10 വർഷമായി ഉയർത്തി അല്ലെ? പോക്സോ നിയമത്തിലെ വകുപ്പ് 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനെ പറ്റി പറയുന്നു. പ്രവേശിത ലൈംഗിക അതിക്രമം. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ പോക്സോ നിയമത്തിൽ എത്ര വയസ്സിന് താഴെ? പോക്സോ നിയമം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലെല്ലാം കുട്ടി എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെ. എന്നാൽ ബാലാവകാശ നിയമത്തിലോ കുട്ടി എന്ന് പറഞ്ഞാൽ, ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെ? 14 വയസ്സിന് താഴെ എന്നാണ് പറയുക. ശ്രദ്ധിക്കുക. അപ്പോ 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഒരു കുട്ടിക്ക് നേരെ കുട്ടിയുടെ ശരീരഭാഗത്ത് ശരീരവയവോ മറ്റോ കൂർത്ത വസ്തുക്കളോ പ്രവേശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അതിന്റെ ശിക്ഷ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4-ലാണ്. ശിക്ഷ മിനിമം 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് ശിക്ഷ. എന്നാൽ ഇതിൽ 4(2) എന്നൊരു ക്ലോസ് ഉണ്ട്. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാകുന്ന കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ, ഇത് അവിടെ നിന്നാണ് കേരള PSC ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാകുന്ന കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ ശിക്ഷ 10 അല്ല, എത്രയാണ്? മിനിമം ശിക്ഷ 20 വർഷം. മാത്രമല്ല, ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ആ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷയാണ്. പരമാവധി ശിക്ഷ വെറും ജീവപര്യന്തമല്ല, അയാളുടെ സ്വാഭാവിക ജീവിതത്തിൽ അവസാനിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തം. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സാധാരണ ജീവപര്യന്തം 14 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളവുണ്ടെങ്കിൽ 10 വർഷമൊക്കെ ചിലപ്പോൾ റിലീസാകും ജയിലിൽ നിന്ന്. പക്ഷെ ഇത് അങ്ങനെ കഴിയില്ല. അയാളുടെ സ്വാഭാവിക ജീവിതത്തിൽ അവസാനിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തം തടവായിരിക്കും 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയോട് ഈ അതിക്രമം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതേ കുറ്റകൃത്യം തന്നെ, ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികളെ, ഇതേ കുറ്റകൃത്യം തന്നെ 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ചെയ്യുന്നതെങ്കിൽ ആ കുറ്റകൃത്യം ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്നറിയപ്പെട്ടു. ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അതിനെപ്പറ്റി പറയുന്നു. ഓർത്തിരിക്കണം, ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം ഇതിനെപ്പറ്റി പറയുന്ന വകുപ്പ് സെക്ഷൻ 5 ആണ്.
12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഈ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മിനിമം ശിക്ഷ 20 വർഷം തടവും പിഴയുമാണ്. പരമാവധി ശിക്ഷ ഓർത്തിരിക്കണം, വധശിക്ഷ. മറന്നുപോയത്. അപ്പൊ ചോദിക്കാം, പോക്സോ നിയമത്തിൽ വധശിക്ഷ നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. മറന്നുപോയത്. കണ്ടോ? അപ്പോ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ പരമാവധി വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം. വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തമാണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന്, ഗൗരവതര പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാകുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. തൽക്കാലം ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. എത്ര വയസ്സാണ് അവിടെ? 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് വെറും പ്രവേശിത ലൈംഗിക അതിക്രമമല്ല, പിന്നെന്താണ്? ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. ഇവിടുത്തെ ചോദ്യം എന്താണ്? പോക്സോ നിയമത്തിൽ പ്രവേശിത ലൈംഗിക അതിക്രമം എന്നാണ് ചോദ്യം. കണ്ടോ? പ്രവേശിത ലൈംഗിക പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് കുറ്റം, അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉത്തരം ഏതായി മാറിയത്? 16. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലും നമുക്ക് നോക്കുക ഉദ്യോഗാർത്ഥികളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യവും പോക്സോ നിയമത്തിലെ തന്നെ ഒരു ചോദ്യമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക അതിക്രമം അല്ലാത്തതേത്? കണ്ടോ ചോദ്യം കണ്ടോ? ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം. 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ഏതാണ് ശരി ഉത്തരം? കമന്റ് ചെയ്യാമോ? ഓപ്ഷൻ എ, ബി, സി, ഡി. ചോദ്യം എന്താ? ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? ഇതിന് ഇംഗ്ലീഷ് ടേം പറയാമോ? അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട് എന്നാണ് ചോദ്യം. കണ്ടോ? അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട് അല്ലാത്തതേത്? ഇതാണ് ചോദ്യം. അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട് അല്ലാത്ത കുറ്റം ഏതാണ്? അപ്പൊ ഇവിടെയും നമ്മൾ അറിഞ്ഞിരിക്കണം, സെക്ഷൽ അസൾട്ട് അഥവാ ലൈംഗിക അതിക്രമം, ലൈംഗിക ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുക, ആ കുട്ടിയെ കൊണ്ട് തിരിച്ചങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഏത്? സെക്ഷൽ അസൾട്ട് എന്നറിയപ്പെടുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ ഇത് വെറും സെക്ഷൽ അസൾട്ട് അല്ല, ഗൗരവതരമായ സെക്ഷൽ അസൾട്ട്, ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയോട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രവൃത്തി ചെയ്യുക, രക്ഷകർത്താവ് ഈ പ്രവൃത്തി ചെയ്യുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് ഗൗരവതരമായ ലൈംഗിക ആക്രമണം എന്നാണ് അറിയപ്പെടുക. അതല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ശരി ഉത്തരം പറയാമോ? ഏതാണെന്ന് പറയാമോ? അതിൽ പ്രധാനമായിട്ടും ഇവിടെ ഓർത്തിരിക്കുക, ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, 16 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിൽ ലൈംഗിക അതിക്രമം, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് ഇവിടെ ഓർത്തിരിക്കണം ഒരേ ഒരു പോയിന്റ്, കടന്നുകയറ്റത്തിലൂടെ എന്ന വാക്ക് കണ്ടോ? ഈ കടന്നുകയറ്റത്തിലൂടെ എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ അത് സെക്ഷൽ അസൾട്ടിൽ ഉൾപ്പെടുന്നതല്ല. കടന്നുകയറ്റത്തിലൂടെ എന്ന വാക്ക് വന്ന് അതിന്റെ അത് ഏതിലേ വരത്തുള്ളൂ? പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്നേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ കടന്നുകയറ്റത്തിലൂടെ എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും വരുന്നില്ല. ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഇത് ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ മറ്റു ഓപ്ഷനുകൾ വരാത്തത് കൊണ്ട് ഓപ്ഷൻ ഡി മാത്രമേ ശരിയുള്ളൂ. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല എന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഗൗരവതരമായ ലൈംഗിക ആക്രമണം. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. ഉദ്യോഗാർത്ഥികളെ, പോക്സോ നിയമപ്രകാരം, പോക്സോ ആക്ട് പ്രകാരമുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെ 7 ആയി തിരിക്കാം. 7 തരം കുറ്റകൃത്യങ്ങൾ പോക്സോ നിയമപ്രകാരം. ഒന്നാമത്തെ കുറ്റകൃത്യമാണ് നമ്മൾ പറഞ്ഞു, ഏതാണ്? പ്രവേശിത ലൈംഗിക അതിക്രമം, പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്. ഉണ്ടോ? 2, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്. 3, ലൈംഗിക അതിക്രമം അഥവാ സെക്ഷൽ അസൾട്ട്, ലൈംഗിക ആക്രമണം എന്നും പറയാം, സെക്ഷൽ അസൾട്ട്. 4, ഗൗരവതര ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട്. പറഞ്ഞേ, അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട്. കിട്ടുന്നുണ്ടല്ലോ? അടുത്ത 5-മത്തെ നോക്കിയ ഉദ്യോഗാർത്ഥികൾ, 5-മത്തത്
ലൈംഗിക പീഡനം അഥവാ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടോ? ആറാമത്തെ കുറ്റകൃത്യം അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കുട്ടിയോട് ചെയ്യുക മറ്റാരെങ്കിലുമായി. അതായത് ഓർത്തിരിക്കുക, പോണോഗ്രാഫിക്ക് വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുക. ഇതാണ് ആറാമത്തെ കുറ്റകൃത്യം, സിമ്പിളായി പറഞ്ഞാൽ. ഓക്കെ. ഏഴാമത്തെ കുറ്റകൃത്യം ഒരു കുട്ടി ഉൾപ്പെടുന്ന ബ്ലൂ ഫിലിം പോലെയുള്ളവ കയ്യിൽ സൂക്ഷിക്കുക. അത് മൊബൈൽ ഫോണിലാകാം, ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലാകാം, പെൻഡ്രൈവിലാകാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടി ഉൾപ്പെടുന്ന നീലചിത്രം പോലെയുള്ള അശ്ലീല വസ്തുക്കൾ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള 7 തരം കുറ്റകൃത്യങ്ങളാണ് പോക്സോ നിയമത്തിലുള്ളത്. അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കുക, പോക്സോ നിയമത്തിലുള്ള 7 തരം കുറ്റകൃത്യങ്ങൾ എന്തല്ല. ഒന്ന് പറഞ്ഞ് ഏതൊക്കെയാണ്? ഒന്ന് പ്രവേശിത ലൈംഗിക അതിക്രമം, അല്ലേ? 2 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. 3 ലൈംഗിക ആക്രമണം, സെക്ഷൽ അസൾട്ട്. 4 ഗൗരവതര ലൈംഗിക ആക്രമണം അഥവാ അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട്. അടുത്ത 5ാമത്തെ കുറ്റകൃത്യമാണ് ലൈംഗിക പീഡനം, സെക്ഷൽ ഹരാസ്മെന്റ്. അതുപോലെ 6ാമത്തെ കുറ്റകൃത്യം പോണോഗ്രാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ ചൈൽഡ് പോണോഗ്രാഫിക്ക് വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുക, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കുട്ടിയെ ഉപയോഗിച്ച് ചിത്രീകരിക്കുക മുതലായ കുറ്റകൃത്യങ്ങളാണ്. 7ാമത്തത് ഒരു കുട്ടി ഉൾപ്പെടുന്ന നീലചിത്രം പോലെയുള്ളവ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക മുതലായവ 7 തരം കുറ്റകൃത്യങ്ങളാണെന്ന് നിങ്ങളവിടെ ഓർത്തിരിക്കുക. ഓക്കെയാണോ ഇത് പറഞ്ഞത്? ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ ചോദ്യം പ്രവേശിത ലൈംഗിക അതിക്രമം, പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് ഞാൻ ആൾറെഡി പറഞ്ഞു. ഏതാണ്? സെക്ഷൻ 4(1) പ്രകാരം പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 10 വർഷത്തിൽ കുറയാത്തതും പിന്നെ ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള കാലത്തേക്കുള്ള ലഘുകഠിന തടവ് ശിക്ഷയും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഇവിടെ ഓർത്തിരിക്കണം, 10 വർഷം ആണ് പോക്സോ നിയമപ്രകാരം പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ ചോദിച്ചിട്ടുണ്ട്. 10 വർഷം. ഇത് 7 ആയിരുന്നു, 10 വർദ്ധിപ്പിച്ചത് 2019. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അടുത്തതാണ് നോക്കുക. നമ്മൾ പറഞ്ഞു പ്രവേശിത ലൈംഗിക അതിക്രമത്തിൽ മുൻപുണ്ടായിരുന്ന 7 വർഷമായിരുന്നു ശിക്ഷ. അത് 2019 ഭേദഗതി പ്രകാരം എത്രയാക്കി മാറ്റി? 10 വർഷമാക്കി മാറ്റി എന്ന് നമുക്കറിയാം. നോക്കുക. അതുപോലെയാണ് സെക്ഷൻ 4(2) പറയുന്നു. ഇതിനായിരുന്നു നമ്മുടെ ആദ്യ ചോദ്യം. കണ്ടായിരുന്നു നിങ്ങൾ? 16 വയസ്സ് എന്നൊരു പോയിന്റ് കണ്ടില്ലേ? എന്താണ് 4(2)? 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമം വിധേയമാക്കിയാൽ അതാരാണെങ്കിലും ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണോ? 20 വർഷം തടവും പിഴയും. 20 വർഷം തടവും പിഴയുമാണ്. അത് ജീവപര്യന്തം തടവ് വരെ ആകാം. പക്ഷേ ഈ ജീവപര്യന്തം സാധാരണ ജീവപര്യന്തമല്ല. എന്താണ്? ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ, കണ്ടോ, സ്വാഭാവിക ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലയളവ് വരെയുള്ള തടവ് ശിക്ഷയാണ്. കൂടാതെ പിഴയുമുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി പോക്സോ നിയമത്തിൽ ഞാൻ പറഞ്ഞു ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികളെ, ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതായത് ഗൗരവതരമായ കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമമാണെന്ന് പറയാൻ ഏതെല്ലാം കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം? ഒരു സാധാരണ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനെ ഗൗരവതരമാക്കി മാറ്റുന്നത് എപ്പോൾ? ശ്രദ്ധിക്കുക. പോക്സോ നിയമത്തിലെ വകുപ്പ് 5 പറയുന്നു, ഒരു സാധാരണ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അഗ്രവേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ 1ാമത്തെ കണ്ടീഷൻ കുട്ടിയുടെ പ്രായം 12 വയസ്സിന് താഴെ ആയിരിക്കണം. 2ാമത്തെ കണ്ടീഷൻ കുട്ടി ബുദ്ധിമാന്ദ്യമുള്ള ഒരാളാണെങ്കിൽ അത് ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. 3, ഒരു കുട്ടി ശാരീരിക മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കുട്ടിയാണെങ്കിൽ. 4, ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്രവൃത്തി ഒരു കുട്ടിയോട് ചെയ്താൽ. 5, ഇത്തരത്തിലുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന്റെ ഭാഗമായ ഒരു കുട്ടിയിലേക്ക് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ പകർന്നു കൊടുത്താൽ അത് ഗൗരവതരമാണ്. അതുപോലെ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന്റെ ഭാഗമായി ഒരു കുട്ടി അമ്മയാകപ്പെടുന്ന സാഹചര്യം, ഗർഭിണിയാകപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. വികലാംഗയായ ഒരു കുട്ടിക്ക് നേരെ ഈ പ്രവൃത്തി ചെയ്താൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അല്ല, ഗൗരവതരമാണത്. അതുപോലെ തന്നെ ഒരു കുട്ടി ബോധക്ഷയമുള്ള അവസ്ഥയിൽ ഈ പ്രവൃത്തി ചെയ്താൽ, 1 അതിലധികമോ ചേർന്ന് സംഘം ചേർന്ന് നമുക്കറിയാം ഗ്യാങ് റേപ്പ് പോലെ ഒരു കുട്ടിയോട് പ്രവർത്തിച്ചാൽ അത് വെറും പെനിട്രേറ്റീവ് അല്ല, ഗൗരവതരമാണ്. 1ലേറെ തവണ ഒരു കുട്ടിയോട് ഇത്തരം പ്രവൃത്തി ചെയ്താൽ ഗൗരവതരമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടിക്കിടെ യൂണിഫോമിൽ അല്ലെങ്കിൽ തന്റെ ഡ്യൂട്ടിക്കിടെ ഒരു കുട്ടിയോട് ഈ പ്രവൃത്തി ചെയ്താൽ ഗൗരവതരമാണ്, അഗ്രവേറ്റഡ്.
ഒരു കുട്ടിയുടെ രക്ഷിതാവ്, മാതാപിതാക്കൾ, ഒരു കുട്ടിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനും കുട്ടി വിശ്വസ്തത ആർജിച്ച ഒരു ബന്ധു മുതലായ ആരെങ്കിലും കുട്ടിയോട് ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഈ പ്രവൃത്തി ചെയ്താൽ അത് ഗൗരവതരമായ പ്രവേശിത അതിക്രമം. ഒരു ജുവനൈൽ ഹോമിന്റെ നടത്തിപ്പുകാരൻ, ഒരു റിമാൻഡ് ഹോമിന്റെ നടത്തിപ്പുകാരൻ മുതലായിട്ടുള്ള ആരെങ്കിലും ചുമതലക്കാർ അവിടുത്തെ അന്തേവാസിയായ ഒരു കുട്ടിയോട് ഈ പ്രവൃത്തി ചെയ്താൽ ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിലെ മാനേജ്മെന്റോ അധ്യാപകനോ പ്രധാന അധ്യാപകനോ ജീവനക്കാരനോ ആരെങ്കിലും അവിടുത്തെ ഒരു കുട്ടിയോട് ഈ പ്രവൃത്തി ചെയ്താൽ അത് ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. അതുപോലെ തന്നെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുട്ടിയോട് ആശുപത്രി മാനേജ്മെന്റോ ഡോക്ടറോ ജീവനക്കാരോ ആരെങ്കിലും ഈ പ്രവൃത്തി ചെയ്താൽ ഗുരുതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഗൗരവതരമാണ്. അതുകൊണ്ടാണ് ഗൗരവതരമായ പോക്സോ നിയമ സെക്ഷൻ 6 പ്രകാരം കണ്ടോ, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ മറന്നു പോകരുത്, 20 വർഷം, മിനിമം ശിക്ഷ 20. കണ്ടോ, കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ തടവും വധശിക്ഷ. ഓർത്തിരിക്കണം ഉദ്യോഗാർത്ഥികളെ, ചോദിക്കാം പോക്സോ നിയമത്തിൽ വധശിക്ഷ നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്, വധശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 6, വകുപ്പ് 6, വധശിക്ഷ, പരമാവധി വധശിക്ഷ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? പോക്സോ നിയമത്തിലെ സെക്ഷൻ 6. ഇനി മറ്റൊരു കുറ്റകൃത്യമാണ് എന്താണ്? ഗൗരവതരമായ ലൈംഗിക ആക്രമണം. നാം പറഞ്ഞു പ്രവേശിത ലൈംഗിക അതിക്രമമല്ല, ലൈംഗിക ആക്രമണമാണ്. സെക്ഷൽ അസൾട്ട് എന്നറിയപ്പെടുന്ന കുറ്റകൃത്യം. കണ്ടോ, ഈ സെക്ഷൽ അസൾട്ടിന്റെ ശിക്ഷ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 10 നമുക്കറിയാം, ഗൗരവതരമായ സെക്ഷൽ അസൾട്ട് അല്ലെ. സെക്ഷൻ 9 ഈ കുറ്റകൃത്യത്തെ പറ്റി പറയുക. ഒരു കുറ്റകൃത്യം എപ്പോഴാണ് ഗൗരവതരമായ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ഒരു സെക്ഷൽ അസൾട്ട് എപ്പോഴാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ടായി മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ശരി ഉത്തരം നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു അധ്യാപകൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു റിമാൻഡ് ഹോമിന്റെ ചുമതലക്കാരൻ, രക്ഷകർത്താവ്, അധ്യാപകൻ, ഡോക്ടർ, ഇങ്ങനെയുള്ള ആളുകൾ, കുട്ടിയുടെ വിശ്വാസം നേടിയ ആൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ സംഘം ചേർന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഗൗരവതരമായ സെക്ഷൽ അസൾട്ട് അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം എന്ന് പറയുക. അതിന്റെ ശിക്ഷ പറയുന്നത് സെക്ഷൻ 10 ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും. 5 വർഷം മുതൽ എത്ര വർഷം വരെയാണ്? 7 വർഷം വരെ തടവും പിഴയുമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നോക്കുക, പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുക? ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ സെക്ഷൽ അസൾട്ട്. ഉണ്ടോ? സെക്ഷൽ അസൾട്ടിന്റെ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ഓപ്ഷൻ എ പോക്സോ നിയമത്തിലെ സെക്ഷൻ 12, ഓപ്ഷൻ ബി പോക്സോ നിയമത്തിലെ സെക്ഷൻ 9, പോക്സോ നിയമത്തിലെ 4, പോക്സോ നിയമത്തിലെ 2. നമുക്ക് 2 അല്ലെന്നറിയാം, 4 പെനിട്രേറ്റീവ് ആണെന്നറിയാം, അല്ല. പിന്നെ സെക്ഷൻ 12 സെക്ഷൽ ഹരാസ്മെന്റിന്റെ ശിക്ഷയാണെന്ന് അറിയാം, അല്ലെ? പിന്നെ ശരി ഉത്തരം ഏതാണ്? സെക്ഷൻ 9. ഇത് താരതമ്യേന കമ്പാരിറ്റീവ്ലി ശരിയാണെന്നേ ഉള്ളൂ. ശരിക്കു പറഞ്ഞാൽ സെക്ഷൻ 9 കൃത്യമായി അത് പറയുന്നത് ഗൗരവതരമായ ലൈംഗിക അതിക്രമം എന്ന് തന്നെ പറയണമായിരുന്നു. ഗൗരവതരം ഒന്നും കൂടെയാണ് വരേണ്ടത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ശരി സെക്ഷൻ 9. അതുകൊണ്ട് ഇവിടുത്തെ ശരി ഉത്തരം 9. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ലൈംഗിക അതിക്രമത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ സെക്ഷൻ 7. മറന്നു പോകരുത്, പോക്സോ നിയമത്തിലെ വകുപ്പ് 7 സെക്ഷൽ അസൾട്ടിനെ പറ്റി പറയുക. ശരിക്കും 9 പറയുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ടീഷൻസും ശിക്ഷകളും എല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പോക്സോ നിയമം എന്ന സുപ്രധാനമായിട്ടുള്ള നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഫാൽക്കൺ PSC ഇതാ ഒരു ഓണം ഓഫർ നിങ്ങളെ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം മത്തായി ഓണം സ്പെഷ്യൽ ഓഫർ ആണ്. ഈ ഓണ സമ്മാനമായി ഫാൽക്കൺ PSC നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദാ നോക്കുക, ഫ്ലാറ്റ് 50% ഡിസ്കൗണ്ട് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട PSC കോഴ്സുകളിൽ നിങ്ങൾക്ക് ദാ പ്രധാനമായിട്ടും 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ അടിസ്ഥാനമാക്കിയ ഒരു ക്രാഷ് കോഴ്സാണ് മുന്നോട്ട് വെക്കുക. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ നമുക്കറിയാമല്ലോ, നിരവധി പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ പരീക്ഷകളുടെ എല്ലാം
സിലബസിനെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കറിയാം. അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാന്, സെയിൽസ് വിമൺ ഗ്രേഡ്, സ്റ്റോർ കീപ്പർ അടക്കമുള്ള പരീക്ഷകൾ വരാൻ പോകുന്നു. അതിന് 50% ഡിസ്കൗണ്ട് ഇപ്പോൾ വെറും 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ ഈ ഓഫർ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഓർത്തിരിക്കുക, ഓണം എക്സ് മത്തായി എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആ ഓഫർ ലഭ്യമാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? യെസ്, നോക്കുക, മറ്റൊരു ഓഫർ കൂടി പരിചയപ്പെടുത്താം നമുക്ക്. അത് ഡിഗ്രി ലെവൽ കോഴ്സുകളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് 10th പ്രിലിമിനറി അല്ലേ, ഇത് ഡിഗ്രി ലെവൽ കോഴ്സുകൾക്ക് ഇതുപോലെ തന്നെ 299 രൂപ മാത്രം ഓഫറിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയും. അത് പ്രധാനമായിട്ട് GK ക്ലാസ്സുകളെ സംബന്ധിച്ച ഒരു കോഴ്സാണ്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് അല്ല. നമുക്കറിയാം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ബ്രഹ്മാസ്ത്ര 2.0 എന്ന പേരിലാണ് നമ്മുടെ ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത്. SBCAD ഡിഗ്രി, മെയിൻ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പരീക്ഷകളുടെ ആധാരമാക്കിയ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് GK ബൂസ്റ്റർ ബാച്ച് ആണ്. കോമൺ GK അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഓഫർ പിന്നീട് ലഭ്യമാക്കാനായിട്ട് മത്തായി എക്സ് ഓണം എന്ന കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. യെസ്, പോക്സോ നിയമം 2012 ലൈംഗിക അതിക്രമങ്ങൾ എന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്ന എന്തു ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ എന്ത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് കുറ്റകൃത്യം? കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാലുള്ള ശിക്ഷ, ലൈംഗിക ആക്രമണം നടത്തിയാൽ ഉള്ള ശിക്ഷ എന്താണ്? നോക്കുക. ഓപ്ഷൻ എ, പിഴയോടുകൂടി 5 വർഷം വരെ തടവ്, തടവില്ലാതെ നാമമാത്രമായ പിഴ അടയ്ക്കൽ, കുറ്റവാളിയെ താക്കീത് ചെയ്യുക. ഓപ്ഷൻ ഡി, 6 മാസത്തെ കമ്മ്യൂണിറ്റി സേവനം. അപ്പൊ ഇത് നമുക്ക് ആരുടെ സഹായമില്ലാതെ ഒരു സെക്ഷനും അറിഞ്ഞൂടെങ്കിലും നമുക്കിവിടെ ശരി ഉത്തരം അറിയാം. കാരണം കമ്പാരിറ്റീവ്ലി കൂടിയ ശിക്ഷ ഏതാണ്? 5 വർഷം വരെ തടവ്. ഇവിടെയും ശരി ഉത്തരം 5 വർഷം വരെ തടവാണ്. ശരി ഉത്തരം മറന്നു പോകരുത് കേട്ടോ. ഉത്തരം 5 വർഷം വരെ തടവാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അത് പറയാൻ പറ്റുന്നതാണ്. നോക്കുക ഉദ്യോഗാർത്ഥികളെ, അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കുക, പ്രധാനമായിട്ടും നമ്മുടെ ഈ കുറ്റകൃത്യങ്ങൾ, അതായത് പനിഷ്മെന്റ് ഫോർ സെക്ഷൽ അസൾട്ട് അല്ലേ, സെക്ഷൽ അസൾട്ടിന്റെ മലയാളം ഞാൻ പറഞ്ഞല്ലോ, ലൈംഗിക അതിക്രമമെന്നോ ലൈംഗിക ആക്രമണമെന്നോ ഒക്കെ പറയാം. അപ്പോ പോക്സോ നിയമത്തിന്റെ വകുപ്പ് 7 പ്രകാരമുള്ള സെക്ഷൽ അസൾട്ട്, അതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 8-ലാണ് കണ്ടോ. അപ്പോ സെക്ഷൽ അസൾട്ടിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 7-ആണ്. അതിന്റെ ശിക്ഷ 8-ലാണ് പറയുക. ശിക്ഷ പറഞ്ഞേ, 3 വർഷത്തിൽ കുറയാത്തതും എത്ര വർഷം വരെ? 5 വർഷം വരെ. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? എന്താണ്? പിഴയോട് കൂടിയ 5 വർഷം തടവ്. അതുകൊണ്ടാണ് ഉത്തരം വന്നത്. മനസ്സിലാവുന്നുണ്ടോ? 5 വർഷം വരെ ആകാവുന്ന ലഘുകഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി നമ്മളിവിടെ മറ്റൊരു പോക്സോ നിയമത്തിലെ കുറ്റകൃത്യമാണ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുക. എന്താ പറയുക? സെക്ഷൽ ഹരാസ്മെന്റ്. കേട്ടിട്ടുണ്ടോ? ലൈംഗിക പീഡനം. എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്? ഇത്തരത്തിൽ ഒരു കുട്ടിയോട് എന്താ പറയുക, ദ്വയാർത്ഥ പ്രയോഗം നടത്തുക, അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ, ശബ്ദബീജികൾ പുറപ്പെടുവിക്കുക, സ്വയം വിവസ്ത്രനാകുക, ഒരു കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അശ്ലീലത പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുട്ടിയെ നിരന്തരം നിരീക്ഷിക്കുക, ഒരു കുട്ടിയുടെ എതിർപ്പ് അറിയിച്ചിട്ട് നിരന്തരം ആ കുട്ടിയെ പിന്തുടരുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൽ ഹരാസ്മെന്റ്. സെക്ഷൽ ഹരാസ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 11. പോക്സോ നിയമത്തിലെ വകുപ്പ് 11-ആണ് സെക്ഷൽ ഹരാസ്മെന്റ്. അതിന്റെ ശിക്ഷ പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 12. ഉണ്ടോ? പോക്സോ നിയമം സെക്ഷൻ 12 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 3 വർഷം വരെ ആകാവുന്ന ലഘുകഠിന തടവും കൂടാതെ പിഴയുമാണ്. അപ്പോ സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെ, അതിനുള്ള ശിക്ഷ എത്രയാണെന്ന് പറഞ്ഞേ? 3 വർഷം വരെ. മിനിമം ശിക്ഷ കോടതിക്ക് തീരുമാനിക്കാം, പരമാവധി 3 വർഷം വരെ തടവും പിഴയുമാണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ ഉദ്യോഗാർത്ഥികളെ?
അപ്പോ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനിൽ നമ്മുടെ പോക്സോ നിയമം 2012 ബന്ധപ്പെട്ട കുറേയേറെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഫാൽക്കൺ PSC അക്കാദമിയുടെ പ്രധാനപ്പെട്ട ഓണം ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താനായതാ ഇനി ഒരു കൈവിരൽ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഓഫർ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും 10th ലെവൽ പരീക്ഷകളുടെ സിലബസിനെ അടിസ്ഥാനമാക്കി സ്വന്തമാക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ. കൂടുതൽ സുപ്രധാന നിയമങ്ങളുടെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.